വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നൊരു കുഞ്ഞ് സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ കുഞ്ഞ് സാധനം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് സാധനം, ആപ്പിളിൻ്റെ ഇയർപോഡ് USB-C. അതായത് ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ലൈനപ്പിലെ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളിൽ ഒന്നാണ് ഈ സാധനം. ഈ പ്രൈസിൽ പിന്നെ കിട്ടുന്നത് ഇതിൻ്റെ തന്നെ ലൈറ്റ്നിങ് കേബിളിൻ്റെ ഇയർപോഡ് കിട്ടും. നമ്മൾ 3.5 mm ഇയർപോഡ് കിട്ടും. പിന്നെ കിട്ടുന്നൊരു സാധനം വേറൊരു പോളിഷിംഗ് ക്ലോത്ത് ഇറക്കിയായിരുന്നു. അതിനും 2000 രൂപ തന്നെയാണ് വില. ഇതിപ്പോൾ നമ്മുടെ iPhone 15 ഒക്കെ ഇറങ്ങിയ ടൈമിൽ അവർക്ക് ഫോഴ്സ്ഫുള്ളി ആണെന്നുണ്ടെങ്കിലും USB-C പോർട്ടുകളൊക്കെ ആക്കേണ്ടി വന്നല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വയേർഡായിട്ടുള്ള സാധനം ഇറക്കിയതാണ്. 2000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആപ്പിളിൻ്റെ സൈറ്റിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കുറച്ചുകൂടെ വില കുറഞ്ഞത് കിടപ്പുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കിത് ഒന്ന് ഇളക്കി നോക്കാം. ബോക്സൊക്കെ വളരെ കുഞ്ഞൊരു ക്യൂട്ട് പെട്ടിയാണ് കേട്ടോ. ബാക്കി അൺബോക്സിങ്ങിൻ്റെ ഒക്കെ നമ്മൾ സാധാരണ ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ പോലെ തന്നെ ഇവിടെ ഒരു പുൾ സ്റ്റിക്കറുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഇളക്കാം. പിന്നെ നമുക്ക് ഇതല്ലേ ജസ്റ്റ് ഇങ്ങനെ ഇത് തുറക്കുക. പിന്നെ ഇതിനകത്ത് അല്ലേ ഭയങ്കര ക്യൂട്ടല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കും നമുക്ക്. യെസ്. വേറെ പിന്നെ ആസ് യൂഷ്വൽ നമ്മൾക്ക് ആർക്കും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാത്ത ഇതിനകത്തുണ്ട് എന്തോരം പേപ്പറുകൾ. ഇതൊക്കെ നമ്മൾ തുറന്നു പോലും നോക്കത്തില്ല, സ്റ്റിക്കറൊന്നുമില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് ഇത് തുറന്നു വരും. ടിങ്. പിന്നെ ഈ സൈഡിൽ ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഇളക്കുമ്പോൾ പാക്കിംഗ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ, പൊളിയാണ്. ഒരു രക്ഷയില്ല. നൊസ്റ്റാൾജിയ അടിക്കുന്നില്ല, നൊസ്റ്റാൾജിയ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വയേർഡ് ഹെഡ്ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ? എനിക്ക് സംശയമാണ്. ഈ ഇഷ്ടം പോലെ ഡെയിലി പുതിയ മോഡൽ TWSഉം ബ്ലൂടൂത്ത് ഹെഡ്ഫോണും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ആ ടൈമിലൊക്കെ ഈ വയേർഡ് ഹെഡ്ഫോൺ വളരെ റെയറായിട്ടൊക്കെ ആയിരിക്കും ആരെങ്കിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. ആദ്യം ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ഇറക്കില്ല, ഐപോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് കൊടുത്തിരുന്ന അതേ ഡിസൈൻ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. പിന്നെ അവരുടെ എയർപോഡ്സൊക്കെ ഇറങ്ങി എയർപോഡ്സിനൊക്കെയാണ് പിന്നെയും ഡിസൈനിനകത്തൊക്കെ മാറ്റങ്ങളുള്ളത്. ഇത് വർഷങ്ങൾക്ക് മുന്നേ ആപ്പിൾ എങ്ങനെയാണോ ഇയർപോഡുകൾ ഇറക്കിയത് സെയിം ഡിസൈൻ, ഒരു വ്യത്യാസവും ഇല്ല. ഈ സാധനം മാത്രം മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ടൈപ്പ് സി ആയി എന്നുള്ള വ്യത്യാസമല്ലാതെ വേറൊരു വ്യത്യാസമില്ല. ഓക്കെ, നീളമൊക്കെ നോർമൽ ഹെഡ്സെറ്റിൻ്റെ നീളം തന്നെ. പെർഫെക്റ്റ്ലി ഫിറ്റ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നൈസാണ്. റൈറ്റ് സൈഡിൽ നമ്മളെ മൈക്രോഫോൺ വരുന്നുണ്ട്. ഇതിനകത്ത് മൈക്രോഫോൺ വരുന്നുണ്ട്. അതിനകത്തൊരു വോളിയം അപ്പ് ആൻഡ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഒരു നടുക്കൊരു പ്ലേ ബട്ടൺ. ആ സംഭവം ഇത്രയും വരുന്നുണ്ട്. വയേഴ്സും എല്ലാം നോർമലാണ്. ഒന്നും മറ്റേ ബ്രൈഡഡ് കേബിളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ കുരുങ്ങാനും വീഴാനും ഒക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. ഭയങ്കര ഈ ഇയർഫോണിൻ്റെ ഇതിനകത്തോട്ടൊക്കെ വരുമ്പോൾ ഉള്ള വയേഴ്സ് നോർമലി ഉള്ള പോലെ തന്നെ ഭയങ്കര ചെറിയ കനം കുറഞ്ഞ വയേഴ്സാണ്. അപ്പോൾ കെട്ടിയൊക്കെ കുരുക്കൊക്കെ വീണ് കിടക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയി. ഇത് വെയിറ്റ് കുറവാണ് കേട്ടോ. ഈ രണ്ട് പീസിന് ഭയങ്കര ഇയർഫോണിന് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ചെവിയിലിരിക്കുമ്പോഴും ഭയങ്കര ലൈറ്റാണ്. നമുക്ക് ചെവിയിലിരിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇത് മറ്റേ ഇയർ ബഡ്സ് ഒന്നും ഇതിനകത്ത് ഇടാൻ പറ്റില്ല. അങ്ങനെ വെക്കുന്നതല്ല, അത് ഈ ഒരു പീസായിട്ട് തന്നെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇത് ചെവിയിൽ ഫിറ്റായെന്ന് വരത്തില്ല. ചിലരുടെ അതിനാണല്ലോ നമ്മൾ മറ്റേ ബഡ്സ് കൊടുക്കുന്നത്, റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ചെവിയുടെ സൈസിനനുസരിച്ചായിരിക്കും വെച്ച് നമുക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. പക്ഷേ ഇത് ഇരിക്കും, ഇതങ്ങനെ ഊരി വീഴത്തൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇത് വെച്ചിട്ട് ജിമ്മിൽ വർക്കൗട്ടും അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓക്കെനോ അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്ന് പാട്ട് കേൾക്കാനോ ഫോൺ യൂസ് ചെയ്യുമ്പോഴൊക്കെ വെക്കാനോ ഒക്കെ ഓക്കെയാണ്. അതൊന്നും പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നെക്സ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഐഫോൺ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട. ഐഫോൺ ഇല്ലാത്തവർക്കും ഇത് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ബിക്കോസ് ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള അതായത് ടൈപ്പ് സി USB പോർട്ടുള്ള ഏത് ഡിവൈസിനകത്ത് നമുക്കിത് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഐഫോൺ ഇല്ലാത്തവർ ഇത് മേടിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും USB-C സപ്പോർട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കിത് സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാം. നല്ല ലൗഡാണ് കേട്ടോ, നല്ല ലൗഡാണ്, നല്ല ബേസും ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി കേട്ടോ, ഭയങ്കര ക്വാളിറ്റി കിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ മാക്ബുക്കിലാണ് കണക്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ല ക്വാളിറ്റി സൗണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നോർമലി മേടിക്കുന്ന TWSനേക്കാളും ഒക്കെ നല്ല ക്വാളിറ്റി ഇതിനകത്ത് എനിക്ക് ഡെഫിനറ്റ്ലി പിന്നെ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ക്വാളിറ്റിക്കകത്തൊന്നും കോംപ്രമൈസ് ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ മാക്ബുക്കിൽ കണക്ട് ചെയ്തു. നമുക്കിനി വിൻഡോസ് PCയിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ ഇതിപ്പോൾ നമ്മളെ വിൻഡോസ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുവാണ്.
വിൻഡോസ് പി സിയിലും കണക്ട് ചെയ്തു, യാതൊരു പ്രശ്നവുമില്ല, പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. ഫോണിൽ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കയ്യിൽ ഐഫോൺ ഇല്ല. സോ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഞാനത് കണക്ട് ചെയ്തു. കേട്ട് നോക്കട്ടെ. പെർഫെക്റ്റ്. ഫോണിലൊന്നും ഒരു കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര ക്വാളിറ്റി, ഭയങ്കര കിഡിലൻ ക്വാളിറ്റി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങാം. ഏത് ഡിവൈസിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. സോ എല്ലാ ഡിവൈസസിലും നമ്മൾ കണക്ട് ചെയ്തു. ഐഫോണിൽ എന്തായാലും വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ മാക്കിൽ വർക്ക് ചെയ്തു, വിൻഡോസ് പി സിയിൽ വർക്ക് ചെയ്തു, ആൻഡ്രോയിഡ് ഫോണിൽ വർക്ക് ചെയ്തു, എല്ലാത്തിലും വർക്ക് ചെയ്തു. എല്ലാത്തിലും ഉഗ്രൻ ക്വാളിറ്റി, ഒന്നിനകത്തൊരു പ്രശ്നമില്ല. ഫോണിൽ കണക്ട് ചെയ്തപ്പോഴത്തേക്ക് കാണുന്നുണ്ടെങ്കിലും ഈ ബട്ടണും എല്ലാം പ്രോപ്പറായിട്ട്, മീൻസ് ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്തപ്പോഴും ഈ ബട്ടണും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് നടുക്കലത്തെ ബട്ടണിൽ ഒരു തവണ ഞെക്കിയാൽ പാട്ട് പോസ് ആവും. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും യൂസ് ചെയ്യാം. 2 തവണ ഞെക്കിയാൽ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകും. 3 തവണ ഞെക്കിയാൽ പ്രീവിയസ് സോങ്ങിലേക്ക് പോകും. ഓക്കെ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. നമുക്ക് റെക്കോർഡിംഗ്, അതായത് സൗണ്ട് ക്വാളിറ്റി, മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ, സൗണ്ട് ചെക്ക്. ഇപ്പോൾ നിങ്ങൾ ആപ്പിളിൻ്റെ ഇയർപോഡ്, USB-C ഇയർപോഡിൻ്റെ മൈക്കിലൂടെയുള്ള സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് നമ്മുടെ ആപ്പിൾ ഇയർപോഡ് USB-Cൻ്റെ സവിശേഷതകൾ. പിന്നെ ഇതിനകത്ത് ബാറ്ററിയോ കാര്യങ്ങളോ മറ്റ് സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഇയർപോഡിന് ഭയങ്കര വെയിറ്റ് കുറവാണ്. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ പോലെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഹെഡ്ഫോൺ. നമ്മൾ പണ്ട് എങ്ങനെയാണോ ഹെഡ്ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. നോർമലി 2000 രൂപയുടെയൊക്കെ TWS നിങ്ങൾ വാങ്ങിയാൽ കിട്ടാവുന്ന ക്വാളിറ്റിയെക്കാളും ഫാർ ബെറ്റർ ക്വാളിറ്റി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എത്ര പേര് യൂസ് ചെയ്യും അല്ലെങ്കിൽ എത്ര പേർക്ക് ഉപയോഗപ്പെടുന്നതാണെന്നുള്ളത് എനിക്കറിഞ്ഞില്ല. ഇതിനകത്ത് ലോസ്ലെസ് ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഇതിനകത്ത് നമുക്ക് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട് ഇതിൽ. സോ നമുക്ക് ലോസ്ലെസ് ഓഡിയോ എന്ന് വെച്ചാൽ അതൊരു ടൈപ്പ് ഓഫ് ഓഡിയോ ഫോമാറ്റാണ്. അതായത് കംപ്രഷൻ, അതായത് ഓഡിയോയ്ക്കകത്ത് നിന്ന് ഡേറ്റ ലോസ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു കംപ്രഷൻ ഫോമാറ്റാണ് ഈ ലോസ്ലെസ് ഓഡിയോ എന്ന് പറയുന്നത്. അത് കിട്ടുന്ന വളരെ ചുരുങ്ങിയ ഹെഡ്ഫോണുകളിൽ ഒരു ഹെഡ്ഫോണാണ് ഇത്. ഇതിനകത്ത് ശരിക്കും ആപ്പിളിൻ്റെ 60,000 രൂപ മറ്റേ വലിയ ഓവർ ദ ഹെഡ്ഫോണില്ല, അതിനകത്ത് പോലും ലോസ്ലെസ് ഓഡിയോ കിട്ടുന്നില്ല. പക്ഷേ ഇതിനകത്ത് അത് കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ പക്ഷേ അത് എത്ര പേര് അതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെ ഒരു ഫീച്ചറും കൂടെ ഇതിനകത്തുണ്ട്. സോ അത്രയാണ് നമ്മളുടെ ആപ്പിൾ ഇയർപോഡിൻ്റെ സവിശേഷതകളും ഗുണങ്ങളും കുറവുകളും. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.